നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ചോദ്യം ചെയ്യലുകളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് അന്വേഷണത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനിലേക്കാണ്. കേസിൽ പ്രധാന ചോദ്യം ചെയ്യലിന് വിധേയയായ അദ്ദേഹത്തിൻ്റെ മകൾ നൽകിയ മറുപടികളാണ് ഈ കേസിലെ വഴിത്തിരിവായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നത്. സ്വകാര്യ IT കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിൻ്റെ വിനിമയങ്ങളെക്കുറിച്ചും സാമ്പത്തിക കൈമാറ്റങ്ങളെക്കുറിച്ചും ED ഉന്നയിച്ച കൃത്യമായ സംശയങ്ങൾക്ക് നയപരമായ തീരുമാനങ്ങളും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും അറിയാവുന്നത് അച്ഛനാണെന്ന രീതിയിൽ നൽകിയ മൊഴികളാണ് പുതിയ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇതിലൂടെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിനോടകം തന്നെ CMRL കമ്പനി ഉടമ ശശിധരൻ കർത്ത നൽകിയ മൊഴികളും മകൾ വീണ വിജയൻ നൽകിയ വിശദീകരണങ്ങളും പരസ്പര പൂരകമായി മാറിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സേവനങ്ങളൊന്നും നൽകാതെ മാസപ്പടി എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. മുൻപ് കൃത്യമായി യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താത്ത കമ്പനിക്ക് വ്യാവസായിക സ്ഥാപനത്തിൽ നിന്ന് പ്രതിമാസം ഇത്തരത്തിൽ പണം ലഭിച്ചതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയിരിക്കുന്ന ഈ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ നയപരമായിട്ടുള്ള സഹായങ്ങൾക്ക് പകരമായി കൈമാറിയ തുകയാണോ ഇതെന്ന സംശയം ഇതിനോടകം തന്നെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് പ്രമുഖ വ്യക്തികളുടെയും പ്രസ്താവനകൾ ഒത്തുനോക്കുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക കൈമാറ്റത്തിൻ്റെ യഥാർത്ഥ നിയന്ത്രണം എവിടെയായിരുന്നു എന്ന് വ്യക്തമാകുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നേരത്തെ വികസന വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൽ വൻ തുക ചെന്നെത്തിയതാകട്ടെ ഭരണ നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങളിലേക്കാണെന്ന സംശയം ED വിചാരണ കോടതികളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലിൽ ഉരുത്തിരിഞ്ഞ മൊഴികൾ അത് കൂട്ടിച്ചേർത്ത് പരിശോധിക്കുമ്പോൾ സ്വാധീനം ഉപയോഗിച്ചുള്ള ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിയമപരമായി തന്നെ സ്ഥിരീകരിക്കാനാണ് തടസ്സങ്ങൾ നീക്കി ഇപ്പോൾ ED അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഭരണത്തലപ്പത്തിരുന്ന സമയത്ത് സ്വകാര്യ വ്യവസായിക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയും അതിന് പ്രത്യുപകാരമായിട്ട് സ്വന്തക്കാരുടെ കമ്പനിയിലേക്ക് പ്രതിമാസ വരുമാനം എത്തിക്കാനായിട്ട് വഴിമരുന്നിടുകയും ചെയ്തുവോ എന്ന വിഷയത്തിൽ കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിനായി മുൻ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് അനിവാര്യമാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ഇതിൻ്റെ തുടർ നടപടിയായിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം PMLA ചുമത്തിക്കൊണ്ട് അന്വേഷണം കടുപ്പിച്ചതോടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിർണായകമായ ബാങ്ക് രേഖകളും സാമ്പത്തിക തെളിവുകളും ശേഖരിച്ച ശേഷം വീണയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വരും ദിവസങ്ങളിൽ മുൻ മുഖ്യമന്ത്രിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള ഔദ്യോഗിക നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിഷയത്തിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് വൻ പൊതുചർച്ചകൾക്കും ഇതിനോടകം തന്നെ വഴിതെളിച്ചിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഈ കേസുകളെ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഗൂഢാലോചനയായിട്ട് ചിത്രീകരിച്ച് പ്രതിരോധം തീർക്കാനാണ് പാർട്ടി ശ്രമിച്ചിരുന്നതെങ്കിലും അന്വേഷണ ഏജൻസികൾ കൃത്യമായ ബാങ്ക് ഇടപാടുകളുടെയൊക്കെ തന്നെ രേഖകളും സാമ്പത്തിക ക്രമക്കേടുകളുടെയൊക്കെ തന്നെ തെളിവുകളും പുറത്തുവിട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറി. വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലുകൾ നടക്കുന്നതെന്ന് രാഷ്ട്രീയ പ്രതിരോധങ്ങളെയൊക്കെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. അക്കൗണ്ടുകളിലൂടെ നടന്ന പണമിടപാടുകളൊക്കെ തന്നെ മറച്ചുവെക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നതോടുകൂടി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ നേതൃത്വം ഇപ്പോൾ പെടാപ്പാടുപെടുകയാണ്. നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുന്നതോടെ വിചാരണയുടെ ഘട്ടവും നീളുന്നതായിരിക്കും. സ്വന്തം മകളുടെ ചോദ്യം ചെയ്യലിലെ മറുപടികൾ തന്നെ അച്ഛന് തിരിച്ചടിയായി മാറുന്ന അപൂർവവും സങ്കീർണവുമായിട്ടുള്ള രാഷ്ട്രീയ നിയമ പശ്ചാത്തലത്തിനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. എക്സാലോജിക്ക് CMRL ഇടപാടുകളിലെ ഓരോ സാമ്പത്തിക കണ്ണികളും കോർത്തിണക്കിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നീങ്ങുന്നത്. ആരോപണങ്ങൾക്ക് പുകമറ സൃഷ്ടിക്കുന്നതിന് പകരം കൃത്യമായ ബാങ്ക് തെളിവുകൾ ഉള്ളതിനാൽ തന്നെ മുൻപത്തേക്കാൾ കടുത്ത നിയമ പോരാട്ടമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. ഏതായാലും ഈ കേസിൻ്റെ വരും വഴികളിൽ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നതോടെ തീർച്ചയായിട്ടും പുതിയ സംഭവ വികാസങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ഉറപ്പാകുന്നത്.